സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് പവർ സപ്ലൈ ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. ഫസ്റ്റ് മൊഡ്യൂളിൽ മദർ ബോർഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കമ്പോണൻസും ഓരോ കമ്പോണൻറ്റിൻ്റെയും ഫംഗ്ഷൻസും ആണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പവർ സപ്ലൈ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ പവർ സപ്ലൈ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റോറേജ് ഡിവൈസസും ആണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് പവർ സപ്ലൈ. എന്താണ് പവർ സപ്ലൈ? A power supply unit converts main AC to low voltage regulated DC power for the internal components of a computer. A power supply is an electrical device that supplies electric power to an electrical load. ഒരു കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ വേണ്ട പ്രൈമറി ഫാക്ടർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പറയാം? പവറാണ്. അപ്പം ലാപ്ടോപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്ത് അതിൻ്റെ ബാറ്ററി ലൈഫ് തീരും വരെ എന്താണ് കണക്ട് ചെയ്യാതെ യൂസ് ചെയ്യാം. പക്ഷേ ഡെസ്ക്ടോപ്പ് എപ്പോഴും നമ്മൾ എന്താണ് പ്ലഗ് ചെയ്തിട്ടാണ്, പവറിൽ പ്ലഗ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. അതിന് UPSൽ ചെറിയൊരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ഡെസ്ക്ടോപ്പ് എപ്പോഴും പ്ലഗ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. ഇവിടെ നമ്മളുടെ വോളിൽ നിന്നും വരുന്ന ഇങ്ങനെ പ്ലഗ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിലേക്ക് വരുന്നത്, നമ്മളുടെ വോളിൽ നിന്നും വരുന്നത് AC കറണ്ട് ആണ്. AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ഒരിക്കലും കമ്പ്യൂട്ടറിന് അതിൻ്റെ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. എപ്പോഴും കമ്പ്യൂട്ടർ ആവശ്യപ്പെടുന്ന എന്താണ്? DC കറണ്ട് ആണ്. DC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കറണ്ട്. അപ്പം നമ്മളുടെ വോളിൽ നിന്നും കിട്ടുന്നത് AC ആണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. പക്ഷേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് എന്തിലാണ്? DCയിലാണ്, ഡയറക്റ്റ് കറണ്ടിലാണ്. അപ്പോൾ എന്താവശ്യമായിട്ട് വരും? ഈ ACയിൽ നിന്നും DCയിലേക്കുള്ള ഒരു കൺവേർഷൻ ആവശ്യമായിട്ട് വരും. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നിന്നും ഡയറക്റ്റ് കറണ്ടിലേക്കുള്ള ഒരു കൺവേർഷൻ ആവശ്യമായിട്ട് വരും. എങ്കിൽ മാത്രമേ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടർ ഒരിക്കലും ACയിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു കൺവേർഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് പവർ സപ്ലൈ. ഇപ്പോൾ പവർ സപ്ലൈൻ്റെ ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? വോളിൽ നിന്നും വരുന്ന, എവിടെ നിന്നാണോ നമ്മൾ പ്ലഗ് ചെയ്യുന്നത് അവിടെ നിന്നും വരുന്ന ACനെ, ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ ലോ വോൾട്ടേജ് DC ഡയറക്റ്റ് കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതാണ് പവർ സപ്ലൈൻ്റെ ആദ്യത്തെ ടാസ്ക്. എ പവർ സപ്ലൈ ഈസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ദാറ്റ് സപ്ലൈസ് ഇലക്ട്രിക് പവർ ടു ആൻ ഇലക്ട്രിക്കൽ ലോഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. ഈ രണ്ടാമത്തെ ടാസ്ക് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ACയിൽ നിന്നും DCയിലേക്കുള്ള കൺവേർഷൻ. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. എങ്കിൽ മാത്രമേ DC ഡയറക്റ്റ് കറണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ അതിൻ്റെ ടാസ്ക് പെർഫോം ചെയ്യുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? പവർ സപ്ലൈ ഈസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ്. അതെന്താണ്? ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. ദാറ്റ് സപ്ലൈസ് ഇലക്ട്രിക് പവർ ടു ആൻ ഇലക്ട്രിക്കൽ ലോഡ്. ഇലക്ട്രിക്കൽ ലോഡ് മീൻ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ആവശ്യമായിട്ടുള്ള ഡിവൈസസിനെയാണ് ഇലക്ട്രിക്കൽ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള എല്ലാ കമ്പോണൻസിനും അതിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. അപ്പോൾ മദർ ബോർഡിൽ നമ്മൾ ഓരോ കമ്പോണൻസും പഠിച്ചു. ഓരോ കമ്പോണൻസിനും എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ACനെ DCയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ്? അതിനെ സപ്ലൈ ചെയ്യണം. ആ പേരിൽ തന്നെയുണ്ട് പവർ സപ്ലൈ. പവറിനെ സപ്ലൈ ചെയ്യാണ് ഡിഫറെൻറ്റ് കമ്പോണൻസിലേക്ക്. ഇലക്ട്രിസിറ്റി ആർക്കൊക്കെ വേണോ, ഏതൊക്കെ വോൾട്ടിലാണ് വേണ്ടത്, അതനുസരിച്ച് ഓരോ കമ്പോണൻസിനും ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാണ്? സപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഈ പവർ സപ്ലൈ അല്ലെങ്കിൽ PSU എന്ന് പറയാം, പവർ സപ്ലൈ യൂണിറ്റ്. പവർ സപ്ലൈ യൂണിറ്റിന് മെയിനായിട്ടും രണ്ട് ടാസ്ക്കാണുള്ളത്. ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? AC ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ആ കൺവേർട്ട് ചെയ്തിട്ടുള്ള ലോ വോൾട്ടേജ് DC കറണ്ടിനെ അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ടിനെ ആവശ്യമുള്ള ഡിവൈസസിന് ആവശ്യമുള്ള വോൾട്ടേജിൽ സപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇറ്റ് ഈസ് എ നോൺ ലീനിയർ സിസ്റ്റം വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ 120 വോൾട്ട് AC ഓർ 240 ഹെർട്സ് അല്ല, വോൾട്ടാണ്. AC ആൻഡ് ഔട്ട്പുട്ട് DC വോൾട്ടേജ് ഓഫ് വേരിയസ് മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ നോർമലായിട്ടും നമ്മളുടെ വോളിൽ നിന്നും വരുന്നത് ഒന്നല്ലെങ്കിൽ 110, 120, 240 ഈ റേഞ്ചിലുള്ള AC ആയിരിക്കും. ഈ ACനെ എന്താക്കണം? കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള ലോ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓൾസോ കോൾഡ് പവർ കൺവേർട്ടേഴ്സ്. അപ്പോൾ ഈ കൺവേർഷൻ പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്? പവർ സപ്ലൈ യൂണിറ്റിനെ എന്തും കൂടെ വിളിക്കുന്നുണ്ട്? പവർ കൺവേർട്ടേഴ്സ് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. The PSU normally supplies plus or minus 3.3 volt, plus or minus 5 volt and plus or minus 12 volt to the
സിസ്റ്റം. നമ്മൾ പറഞ്ഞു എ സിനെ നമുക്ക് കിട്ടുന്ന എ സിനെ എത്ര വോൾട്ടിലുള്ള എ സി ആണോ കമ്പ്യൂട്ടറിലേക്ക് കിട്ടുന്നത് അതിനെ ലോ വോൾട്ടേജ് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെയിനായിട്ടും 3 വോൾട്ടേജ് ലെവലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. +or-3.3, +or-5, +or-12. ഈ ഒരു വോൾട്ടേജ് ലെവൽ മതി എല്ലാ കമ്പോണൻസിനും വർക്ക് ചെയ്യാൻ. ഓരോന്നും എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര വോൾട്ടേജ് ആവശ്യമാണ് അതിനനുസരിച്ച് സപ്ലൈ ചെയ്ത് കൊടുക്കും. When the input AC to the power supply is turned on, it checks internally whether all the output voltages are correct before allowing the system to start. ഈ കൺവേർഷൻ പെർഫോം ചെയ്ത് ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഡി സിനെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു ടെസ്റ്റിംഗ് ഓപ്പറേഷൻ കൂടെ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എല്ലാ വോൾട്ടേജും കറക്റ്റ് ആണോ, നമ്മൾ കൊടുത്തിരിക്കുന്ന പവർ സപ്ലൈ കൊടുത്തിരിക്കുന്ന എല്ലാ വോൾട്ടേജും കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു കൺവേർഷൻ പെർഫോം ചെയ്യുമ്പോൾ തന്നെ അവരൊരു ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദിസ് ടെസ്റ്റ് ടേക്ക് അബൌട്ട് 100 milliseconds to 500 milliseconds. അത്രയും ചെറിയ സമയത്തിനുള്ളിലാണ് ആ ഒരു ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. If the test are successful, the power supply send a special signal to the motherboard called power good. അപ്പോൾ ആ ഒരു ടെസ്റ്റിംഗ് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ എല്ലാം കറക്റ്റ് ആണെങ്കിൽ മദർബോർഡിലേക്ക് പവർ സപ്ലൈ ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. ആ സിഗ്നലിന് പറയുന്ന പേരാണ് പവർ ഗുഡ് സിഗ്നൽ. അപ്പോൾ പവർ ഗുഡ് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കമ്പ്യൂട്ടറിൻ്റെ അതിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റം സ്റ്റാർട്ട് ആവുന്നുള്ളൂ. ആ ഒരു ഓപ്പറേഷൻ അവിടെ തുടങ്ങുന്നുള്ളൂ പവർ ഗുഡ് സിഗ്നൽ കിട്ടുന്നുണ്ടെങ്കിൽ. ദി സിഗ്നൽ മസ്റ്റ് ബി കണ്ടിന്യൂസ്ലി പ്രസൻറ്റ് ഫോർ ദി സിസ്റ്റം ടു റൺ. അപ്പോൾ പവർ ഗുഡ് സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രമേ സിസ്റ്റം ഒരു റണ്ണിങ് സ്റ്റേറ്റിൽ നിൽക്കുകയുള്ളൂ. പവർ ഗുഡ് സിഗ്നൽ ആ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മദർ ബോർഡിൽ പ്രസൻ്റ് ആണെങ്കിൽ മാത്രമേ സിസ്റ്റം റണ്ണ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മീൻ ചെയ്യുന്നത് എന്താണ്? പവർ ഗുഡ് സിഗ്നൽ ഇല്ലാന്നാണ് മീൻ ചെയ്യുന്നതെങ്കിൽ എന്താണ്? എല്ലാ വോൾട്ടേജും കറക്റ്റ് അല്ല, സിസ്റ്റം റണ്ണ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റിൽ ആയിരിക്കില്ല. ഇതാണ് പവർ സപ്ലൈ ഡിവൈസ്. ഇതാണ് ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഈ ഒരു പോർഷനിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് വാളിൽ നിന്നും കിട്ടുന്ന വാളിൽ നിന്നും പോകുന്ന ആ ഒരു പ്ലഗിൻ്റെ സെക്കൻഡ് എൻഡ് നമ്മൾ ഇവിടെയാണ് പ്ലഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടേക്ക് കിട്ടുന്നത് എന്താണ്? എ സി കറണ്ട് ആണ്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ആ ഒരു കൺവേർഷൻ നടക്കുന്നത്. ഇതാണ് പവർ സപ്ലൈ യൂണിറ്റ്. ആ ഒരു ഡിവൈസ് ഇതാണ്, ആ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ കിട്ടുന്ന എ സിനെ ഡി സി ആയിട്ട് ഡയറക്റ്റ് കറണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ഇതിൽ നിന്നും കുറേ വയേഴ്സ് കാണാം. ഈ വയേഴ്സിലൂടെ പുറത്ത് വരുന്നത് ഡി സി കറണ്ട് ആണ്. അപ്പോൾ ഓരോ വയറിൻ്റെ അറ്റത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പവർ കണക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പവർ കണക്റ്റേഴ്സ് എന്തിനാണ്? ഇത് ഓരോരോ ഡിവൈസസിന് വേണ്ടിയിട്ടുള്ള പവർ കണക്റ്റേഴ്സ് ആണ്. ഈ പവർ കണക്റ്റേഴ്സ് എന്ത് ചെയ്യാണ്? ഓരോ ഡിവൈസിനും ആവശ്യമായിട്ടുള്ള നമ്മൾ പറഞ്ഞു 3 വോൾട്ടേജ് ലെവൽ പറഞ്ഞു. എത്ര വോൾട്ടേജ് ആണോ വേണ്ടത് അതനുസരിച്ച് ഈ പവർ കണക്റ്റേഴ്സിലൂടെ ഓരോ കമ്പോണൻസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ പവർ കണക്റ്റേഴ്സിൽ ഓരോരോ കളർ നമുക്ക് കാണാൻ പറ്റും. ഓരോ പവർ കണക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പിൻ നമ്പേഴ്സിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഓരോ പിന്നും കാണുക. ഓരോ കളറും എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കാം. മോസ്റ്റ് മോഡേൺ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് കൺഫോംസ് ടു ദ ATX സ്റ്റാൻഡേർഡ് വിച്ച് സപ്ലൈസ് 3 പോസിറ്റീവ് റെയിൽസ് പ്ലസ് 3.3 volt, +5 volt and +12 volt. Wires coming out of an ATX PSU are color coded as follows. അപ്പോൾ നമ്മൾ ATX ഒക്കെ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. മദർ ബോർഡിൻ്റെ ഡിഫറെൻറ്റ് ഫോം ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ATX PSU ഒരു ATX ഫോം ഫാക്ടറിലുള്ള പവർ സപ്ലൈ യൂണിറ്റിൽ കളർ കോഡ് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഓരോ കളറിൽ നിന്നും ഏതൊക്കെ വോൾട്ടാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ യെല്ലോ കളർ ആണെങ്കിൽ +12 വോൾട്ട് ആണ്, റെഡ് കളർ ആണെങ്കിൽ +5 വോൾട്ട് ആണ്, ഓറഞ്ച് ആണെങ്കിൽ +3.3 വോൾട്ട് ആണ്, ബ്ലാക്ക് ആണെങ്കിൽ എന്താണ്? ഗ്രൗണ്ട് ആണ്, പർപ്പിൾ 5 വോൾട്ട്, ഗ്രീൻ ഇത് PS ഓൺ എന്നുള്ള സ്റ്റേറ്റിലാണ്, ഗ്രേ പവർ ഓക്കെ ആണ്, വൈറ്റ് എന്ന് പറയുന്നത് -5 വോൾട്ട് ആണ്, ബ്ലൂ എന്ന് പറയുന്നത് -12 വോൾട്ട് ആണ്. ഇതൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്താൽ കുഴപ്പമില്ല എന്നല്ല. essay question ഒക്കെയാണ് വരുന്നതെങ്കിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഈ ഒരു പോർഷനൊക്കെ ഒഴിവാക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇത്രയും കളേഴ്സ് ആണ് ഒരു പവർ കണക്ടറിൽ കാണുന്നത്. പവർ കണക്ടറിൽ ഓരോ കളറും ഓരോ വോൾട്ടേജിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ബ്ലാക്ക് എന്താണ്? ഗ്രൗണ്ട് ആണ്, ഗ്രീൻ എന്ന് പറയുന്നത് PS ഓൺ, ഗ്രേ എന്ന് പറയുന്നത് പവർ ഓക്കെ.
അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട് ഒരു 24 പിൻ പവർ കണക്റ്റേഴ്സിൽ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കളേഴ്സ് തന്നെയാണ് വരുന്നത്. ഓരോ കളറിലും നമ്മൾ പറഞ്ഞിട്ടുള്ള വോൾട്ടേജ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് ലെവൽ തന്നെയാണ്. ഇപ്പോൾ ഓറഞ്ച് നോക്കുകയാണെങ്കിൽ ഓറഞ്ച് 3+3.3 വോൾട്ട് ആണ്. ഇവിടെ ഓറഞ്ച് കളർ വരുന്നതൊക്കെ എന്താണ് +3.3 വോൾട്ട് ആണ്. ഇങ്ങനെയായിരിക്കും ഒരു 24 പിൻ പവർ കണക്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കളർ കോഡ് ഈ ഒരു രീതിയിലായിരിക്കും. For doing AC to DC conversion, the functions the power supply performs are. അപ്പം എ സിയിൽ നിന്നും ഡി സിയിലേക്കുള്ള ഒരു കൺവേർഷന് വേണ്ടിയിട്ട് കുറച്ച് ഫങ്ഷൻസ് പവർ സപ്ലൈ പെർഫോം ചെയ്യുന്ന കുറച്ച് ടാസ്ക് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ എന്താണ് റെക്ടിഫിക്കേഷൻ. റെക്ടിഫയർ converts AC power to the DC power. The primary task of power supply is to rectify the AC power into DC power used by the computer. അപ്പോൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എ സിയിൽ നിന്ന് ഡി സിയിലേക്കുള്ള കൺവേർഷന് പറയുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ. അത് പെർഫോം ചെയ്യുന്ന കമ്പോണൻറ്റിന് പറയുന്ന പേരാണ് റെക്ടിഫയർ. അപ്പോൾ റെക്ടിഫയർ ആണ് എന്ത് ചെയ്യുന്നത്? എ സിനെ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു പ്രൈമറി ടാസ്ക് ആണ്. ആദ്യം ചെയ്യേണ്ടതും എന്ത് തന്നെയാണ്? വോളിൽ നിന്നും ഡയറക്റ്റ് എ സി കിട്ടുന്നു, അതിനെ എന്തിലേക്ക് മാറ്റണം? ഡി സിയിലേക്ക് മാറ്റണം. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എ സി ടു ഡി സി കൺവേർഷൻ ആണ്. അത് പെർഫോം ചെയ്യുന്നത് റെക്ടിഫയർ ആണ്. ആ പ്രോസസ്സിന് പറയുന്ന പേര് റെക്ടിഫിക്കേഷൻ. ഇനി അടുത്ത എന്താണ്? ഫിൽറ്ററിംഗ്. വെൻ ഇലക്ട്രിസിറ്റി ഈസ് റെക്ടിഫൈഡ്, ഇലക്ട്രിക്കൽ റിപ്പിൾസ് ആർ ഒക്കേഷണലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഡി സി വോൾട്ടേജ്. ദീസ് റിപ്പിൾസ് ആർ സ്മൂത്തൻഡ് ബൈ ഇലക്ട്രിക്കൽ ഫിൽറ്ററിംഗ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എ സിയിൽ നിന്നും ഡി സിയിലേക്ക് കൺവേർഷൻ പെർഫോം ചെയ്തു, അതിനെയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ എന്താണ്? റിപ്പിൾസ്, ഇലക്ട്രിക്കൽ റിപ്പിൾസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റിപ്പിൾസ് എന്ന് പറയുന്നത് എ സിയിൽ നിന്ന് നമ്മൾ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്തു, അവിടെ ഡി സി കറണ്ട് ഫോം ചെയ്തെങ്കിലും ഒരു ചെറിയ എമൗണ്ട്, ഒരു 1% അല്ലെങ്കിൽ 2% എ സി കറണ്ട് അവിടെ പ്രസൻ്റ് ആയിരിക്കും. അതിനെയാണ് റിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ റിപ്പിൾസിനെ സ്മൂത്തൻ ചെയ്യുക അല്ലെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അതായത് റെക്ടിഫിക്കേഷനിലൂടെ എ സിനെ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കൺവേർട്ട് ചെയ്ത ഡി സിയിൽ കുറച്ച് ചെറിയൊരു എമൗണ്ട് എ സി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ റിപ്പിൾസ്. ഈ റിപ്പിൾസിനെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്ന ടാസ്ക് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താണ്? വോൾട്ടേജ് കൺവേർഷൻ. ദ പി സി യൂസസ് ഓൺലി എ സ്മോൾ റേഞ്ച് ഓഫ് വോൾട്ടേജസ് ഇൻക്ലൂഡിംഗ് +or-5 വോൾട്ട്, +or-12 വോൾട്ട്, +or-3.3 വോൾട്ട്. The 110 volt AC primary power source must be converted to this voltage. അപ്പോൾ വോൾട്ടേജ് കൺവേർഷൻ, എ സിനെ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി എന്താണ്? ഓരോ ഡിവൈസസിനും ആവശ്യമായിട്ടുള്ള വോൾട്ടേജിലേക്ക് അതിനെ മാറ്റണം. അപ്പോൾ മെയിനായിട്ട് 3 വോൾട്ടേജ് ലെവലാണുള്ളത്: +or-5, +or-12, +or-3.3. അപ്പോൾ ആ ഒരു 3 ലെവലിലേക്ക് എന്ത് ചെയ്യണം? ഡി സിനെ കൺവേർട്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞു വോളിൽ നിന്ന് വരുന്നത് 110 അല്ലെങ്കിൽ 120, 240 ഈ റേഞ്ചിലുള്ള എ സി ആയിരിക്കും. അതിനെ ഡി സിയിലേക്ക് നമ്മൾ ഫസ്റ്റ് ടാസ്ക് ആയിട്ടുള്ള റെക്ടിഫിക്കേഷനിലൂടെ കൺവേർട്ട് ചെയ്തു. ഇനി അതിനെ എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു 3 ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് വോൾട്ടേജ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? റെഗുലേഷൻ. വോൾട്ടേജ് റെഗുലേഷൻ റിമൂവ് എനി ലോഡ് വേരിയേഷൻ ഇൻ ദി ഡി സി പവർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി പവർ സപ്ലൈ. ഇപ്പോൾ റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ സപ്ലൈയിൽ എന്തെങ്കിലും ലോഡ് വേരിയേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഗുലേഷൻ എന്ന് പറയുന്ന ടാസ്ക് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താണ്? കൂളിംഗ്. എ കൂളിംഗ് ഫാൻ ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദി പവർ സപ്ലൈ. ഇറ്റ് കൺട്രോൾസ് ദി എയർ ഫ്ലോ ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദി സിസ്റ്റം കേസ്. എന്താണ്? അതിൻ്റെ ഉള്ളിൽ എന്താണ്? എ സി ടു ഡി സി കൺവേർഷൻ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു എയർ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പവർ സപ്ലൈൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൂളിംഗ് ഫാൻ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കും അതിൽ നിന്ന് പുറത്തേക്കുള്ള ആ ഒരു എയർ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഫാൻ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത എന്താണ്? പവർ മാനേജ്മെൻറ്റ്. ഓൾ ന്യൂവർ പി സീസ് ഹാവ് എനർജി എഫിഷ്യൻസി ടൂൾസ് ആൻഡ് പവർ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ടു റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ പവർ കൺസ്യൂംഡ് ബൈ ദി പി സി. ഇതാണ് പ്രോപ്പറായിട്ട് പവറിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ആ ഒരു ടാസ്ക്കാണ് പവർ മാനേജ്മെൻറ്റ്. പവറിനെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ടാസ്കുകളാണ് ഒരു എ സിയിൽ നിന്നും ഡി സി കൺവേർഷൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഫസ്റ്റത്തെ എന്താണ്? റെക്ടിഫിക്കേഷനാണ്. എ സിയിൽ നിന്നും ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് റിപ്പിൾസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. വോൾട്ടേജ് കൺവേർഷൻ എന്ന് പറയുന്നത് ഈ 3 ലെവലിലേക്ക് വോൾട്ടേജിനെ മാറ്റുക. റെഗുലേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ലോഡ് വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. കൂളിംഗ് എന്ന് പറയുന്നത് എയർ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഫാന് പവർ സപ്ലൈൻ്റെ ഉള്ളിലുണ്ടാവും. പവർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് പവർ.
ഇനി പവർ സപ്ലൈൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. ഒന്നാമത് വരുന്നത് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ മദർ ബോർഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അത്? നമുക്ക് കാണുമ്പോഴും അതിൻ്റെ ആ ഒരു സൈസ് ആൻഡ് ഷേപ്പിനെയാണ് ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ സപ്ലൈൻ്റെ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്? ആ ഒരു സൈസും ഷേപ്പും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദ ഫോം ഫാക്ടർ ഓഫ് എ പവർ സപ്ലൈ ഡിഫൈൻസ് its shape, how it fit into this case and the amount of power it produces. ഇനി അടുത്തത് റേറ്റഡ് വാട്ടേജ്. ദിസ് ഈസ് ദ നോമിനൽ വാട്ടേജ് ദാറ്റ് ദ പവർ സപ്ലൈ ക്യാൻ ഡെലിവർ. എന്താണ്? നോമിനൽ വാട്ടേജ് ആണ്. ഒരു പവർ സപ്ലൈ ഡെലിവർ ചെയ്യുന്ന നോമിനൽ വാട്ടേജ് ആണ് റേറ്റഡ് വാട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നോമിനൽ വാട്ടേജ്? ഒരു ഇലക്ട്രിക്കൽ ഡിവൈസസിന് വർക്ക് ചെയ്യാൻ, ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിന് വർക്ക് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആവശ്യമാണ്, അതിനെയാണ് നോമിനൽ വാട്ടേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? ഇൻപുട്ട് ഫ്രീക്വൻസി റേഞ്ച്. ദിസ് ഈസ് ദ റേഞ്ച് ഓഫ് AC ഫ്രീക്വൻസീസ് നീഡഡ് ബൈ ദി പവർ സപ്ലൈ ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ. എന്താണ്? എത്ര AC ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്രീക്വൻസി, എത്ര AC ആണ് ആവശ്യമുള്ളത് പവർ സപ്ലൈക്ക് വർക്ക് ചെയ്യാൻ? അതായത് AC കിട്ടിയിട്ടാണ് അതിനെ DC-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? AC ആണ്. പവർ സപ്ലൈൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് AC ആണ്. പവർ സപ്ലൈൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DC ആണ്. അപ്പോൾ ആ ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി എത്ര റേഞ്ചാണ് AC വേണ്ടത് എന്നുള്ളതാണ് ഇൻപുട്ട് ഫ്രീക്വൻസി റേഞ്ചിൽ പറയുന്നത്. ഇനി അടുത്തത് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ടു ഇൻപുട്ട് പവർ. ആ ഒരു ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും തമ്മിലുള്ള റേഷ്യോ ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. എ ഗുഡ് പവർ സപ്ലൈ ഈസ് 70% എഫിഷ്യൻറ്റ്. അപ്പോൾ ഒരു എഫിഷ്യൻസി, പവർ സപ്ലൈൻ്റെ എഫിഷ്യൻസി പറയുന്നത് പെർസെൻറ്റേജ് വെച്ചിട്ടാണ്. ഒരു ഗുഡ് പവർ സപ്ലൈൻ്റെ എഫിഷ്യൻസി പറയുന്നത് എത്രയാണ്? 70%. ഒരു 70% എഫിഷ്യൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ എന്താണ്? പവർ സപ്ലൈ എന്താണ്? ഗുഡ് പവർ സപ്ലൈ ആണ്. അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് ആണ്. ഇനി അടുത്തത് വരുന്നത് എന്താ? റിപ്പിൾ. റിപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എ പവർ സപ്ലൈ ക്യാൻ അക്സെപ്റ്റ് AC സൈൻ വേവ് ഇൻപുട്ട് ആൻഡ് പ്രൊവൈഡ് DC ഔട്ട്പുട്ട്. AC ആണ് ഇൻപുട്ടായിട്ട് കിട്ടുന്നത്, ഔട്ട്പുട്ട് എന്താണ്? DC ആണ്. ബട്ട് ദ ഔട്ട്പുട്ട് DC കണ്ടെയ്ൻ എ സ്മോൾ AC കമ്പോണൻറ്റ് സൂപ്പർ ഇമ്പോസ്ഡ് അപ്പോൺ ഇറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പം അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ DC-യിൽ ചെറിയ എമൗണ്ടിൽ AC വരാൻ ചാൻസ് ഉണ്ട്. ദിസ് AC കമ്പോണൻറ്റ് ഈസ് കോൾഡ് റിപ്പിൾ. ഇതിനെയാണ് റിപ്പിൾ എന്ന് പറയുന്നത്. എ ഹൈ ക്വാളിറ്റി പവർ സപ്ലൈ ഹാസ് 1% റിപ്പിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു എഫിഷ്യൻസി ഒരു 70% എഫിഷ്യൻ്റ് ആണെങ്കിൽ പവർ സപ്ലൈ എന്താണ്? ഗുഡ് ആണ്. ഒരു ഗുഡ് പവർ സപ്ലൈയിൽ പോലും 1% റിപ്പിൾ ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ എത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ സപ്ലൈ ആണെങ്കിലും DC-യിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1% എങ്കിലും റിപ്പിൾ അവിടെ പ്രസൻ്റ് ആയിരിക്കും. ഇനി അടുത്ത എന്താണ്? നോയ്സ് ആൻഡ് ഫാൻ എയർ ഫ്ലോ റേറ്റിംഗ്. ദ പവർ സപ്ലൈ ഫാൻ കൺട്രോൾസ് ദി എയർ ഫ്ലോ ഇൻ ടു ആൻഡ് ഔട്ട് ഫ്രം സിസ്റ്റം കേസ്. ദ ഫാൻ കൂൾസ് പവർ സപ്ലൈ ഇറ്റ്സെൽഫ് ആൻഡ് അതർ PC components such as processor and drives. It reduces the system operating temperature about 50%, which increases the life of system components. എന്താ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവർ സപ്ലൈൻ്റെ നമ്മളൊരു കൂളിംഗ് ഫാൻ യൂസ് ചെയ്യുന്നുണ്ട് സിസ്റ്റം കേസിൽ നിന്നും കേസിലേക്കുമുള്ള ആ ഒരു എയർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു എയർ ഫ്ലോ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ആ കമ്പോണൻസിൻ്റെ ലൈഫ് സ്പാൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എയർ ഫ്ലോയിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈഫ് ടൈം കൂടുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഒരു കൂളർ അല്ലെങ്കിൽ ഒരു ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഹോൾഡ് അപ്പ് ടൈം. This is the period for which during a loss of input power the power supply continues to provide output voltage is specified in ms or in cycle. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ പവർ പോയി കഴിഞ്ഞാൽ പവർ ഇൻപുട്ട് കിട്ടുന്ന AC പെട്ടെന്ന് നമ്മുടെ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര നേരം പവർ സപ്ലൈക്ക് അതിൻ്റെ കൺവേർട്ട് ചെയ്ത ഔട്ട്പുട്ട് വോൾട്ടേജിനെ സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹോൾഡ് അപ്പ് ടൈം. എത്ര നേരം അതിനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കറണ്ട് പോയിട്ടുണ്ടെങ്കിലും. ഇതാണ് ഹോൾഡ് അപ്പ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പവർ സപ്ലൈൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പവർ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള DC-യിലേക്ക് ഡയറക്റ്റ് കറണ്ടിലേക്ക് കിട്ടുന്ന ഇൻപുട്ടിനെ AC-നെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കൺവേർട്ട് ചെയ്യുക. AC ടു DC കൺവേർഷന് വേണ്ടിയിട്ടാണ് പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു DC കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടിനെ ആവശ്യമുള്ള ഡിവൈസസിന് ആവശ്യമായ വോൾട്ടേജിൽ സപ്ലൈ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഇനി അതിൽ കുറച്ച്
ഫങ്ഷൻസ് വരുന്നുണ്ട്. റെക്ടിഫിക്കേഷൻ, ഫിൽറ്ററിങ്, വോൾട്ടേജ് കൺവേർഷൻ, റെഗുലേഷൻ, കൂളിംഗ്, പവർ മാനേജ്മെൻറ്റ്. ഓരോന്നും നമ്മൾ എന്താന്ന് പറഞ്ഞു. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഫോം ഫാക്ടർ വരുന്നുണ്ട്, റേറ്റഡ് വാട്ടേജ്, ഇൻപുട്ട് ഫ്രീക്വൻസി റേഞ്ച്, എഫിഷ്യൻസി, റിപ്പിൾസ്, നോയ്സ് ആൻഡ് ഫാൻ എയർ ഫ്ലോ റേറ്റിംഗ്, ഹോൾഡ് അപ്പ് ടൈം. ഇത്രയാണ് പവർ സപ്ലൈൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ.